ഹലോ ഗൈസ്, വാട്ട്സ് അപ്പ്? വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈജെ. അപ്പോൾ ഇന്ന് നമ്മൾ ലിറിക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗേറ്റ് ഇപിയിലെ രണ്ടാമത്തെ ട്രാക്ക്, ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്കാണ് നമ്മൾ ലിറിക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. ബീറ്റ് ബൈ അസ്വിൻ, എസ്എയുടെ ട്രാക്കാണ്. യു ഓൾ നോ ദാറ്റ്. നമ്മുടെ ഗേറ്റ് ഇപിയുടെ ഫസ്റ്റ് ട്രാക്ക് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിരുന്നു. അത് കാണാത്തവർ പോയി കാണുക. കണ്ണുനീര് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിരുന്നു. ആൻഡ് വൺ തിങ് ടു ആഡ്, കണ്ണുനീര് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ ഞാൻ ആ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞത് ഇറ്റ്സ് സംതിങ് ലൈക്ക് ഒരു ഫ്രണ്ട് അവൻ്റെ മറ്റൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നു, അവന് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നു, വേണ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് JBT എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് ഒരു കമന്റ് ഇട്ടു, അതായത് ഇറ്റ്സ് നോട്ട് ക്ലിയർ ദാറ്റ് ഹീസ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട് എന്നുള്ളത്. സോ അവിടം വെച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, അപ്പോൾ മേ ബി ഹീസ് ടോക്കിംഗ് ടു ഹിംസെൽഫ്. ഒരു മാനിഫെസ്റ്റേഷൻ മൂഡിലും കണ്ണുനീരിനെ നമുക്ക് എടുക്കാം. ഒരാളുടെ ഒരു ലോവർ സ്റ്റേജിൽ നിന്ന് അയാളുടെ ഒരു അപ്പർ സ്റ്റേജിലേക്ക് അയാൾക്ക് എങ്ങനെ ആവണം, ഇത് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുന്നോട്ട് എങ്ങനെ പോകണം, ആ സമയത്ത് അവൻ്റെ മൈൻഡിൽ വരുന്ന തോട്ട്സ്, ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കണ്ണുനീരിലെ ഓരോ വേഴ്സും അതിന് ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ താങ്ക് യു JBT ഫോർ ഇറ്റ്. ഇതുപോലെ നമ്മൾ താഴേക്ക് ഓരോ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ വി ക്യാൻ മേക്ക് എ ഗുഡ് ബ്രേക്ക് ഡൗൺ ഔട്ട് ഓഫ് ഇറ്റ്. യാ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ ബ്രേക്ക് ഡൗണിലേക്ക് തുടങ്ങാം. Hey, I'll open the gate. I'll open up. You too young for this. Allah gave me this power. I love everything I'm about. I've come with some flowers. Hey, I'll open the gate. So Allah gave me this power. I love everything I'm bowing. He's showing his gratefulness, his gratitude. അതാണ് ഫസ്റ്റ് വരിയിൽ തന്നെ പറയുന്നത്. He is grateful for what he is right now. And he is saying that I have came with some flowers. ഞാൻ വെറും കൈ കൊണ്ടല്ല വന്നിട്ടുള്ളത്, ഞാൻ കുറച്ച് പൂക്കൾ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇറ്റ്സ് എ ട്രീറ്റ്, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ യു ഗൈസ്. സോ അവൻ്റെ ട്രീറ്റും അവൻ്റെ ഗിഫ്റ്റും എന്താണെന്നൊക്കെ എന്നുള്ളത് നമുക്ക് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് സ്നേഹം, സമാധാനത്തിൻ്റെ ഒരു സിമ്പിളാണ് പൂവ് വരുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് താഴത്തെ ലൈനിൽ കാണാൻ പറ്റും. ആൻഡ് ദെൻ ഹി ഈസ് കണ്ടിന്യൂയിങ് ലൈക്ക് ഐ ഓപ്പൺ ദ ഗേറ്റ്. ഞാൻ ഗേറ്റ് തുറക്കുകയാണ്, ഐ എം ഗോയിങ് ലിമിറ്റ്ലെസ് ഫ്രം ഹിയർ. ലൈക്ക് ഞാൻ പറയാൻ മടിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, പറയാൻ എന്നെ തന്നെ ഞാൻ ലിമിറ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ ഇനി പറയാൻ പോവുകയാണ്. ഐ ഓപ്പൺ ദ ഗേറ്റ്. And he is sending it with eye opener. I open the gate, eye opener. വെറുതെ ഒരു കാര്യങ്ങൾ പറഞ്ഞു പോവില്ല. ഇറ്റ്സ് ഗണ ബി ആൻ ഐ ഓപ്പണർ. നിങ്ങളുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുന്ന കുറച്ച് ബോധം നിറഞ്ഞ കുറച്ച് വരികളാണ്. മെയിൻലി ദിസ് ട്രാക്ക് ഈസ് ആസ്കിങ് അസ് ടു ഡോണ്ട് ലുക്ക് എനിത്തിങ് വിത്ത് യുവർ ലൈക്ക് നിങ്ങളുടെ ഒരു ചെറിയ ഫോക്കസ് വെച്ചിട്ട് ഒന്നും കാണരുത്. ലൈക്ക് ലുക്ക് ഇറ്റ് ഇൻ എ ബിഗർ പിക്ചർ. നമുക്ക് മുന്നിലോട്ട് പോവാം. Open up. For myself or you, I'm making me new. So pretty sure you're making a new video for your song. You're saying as soon as you drop, you let everybody know. Pieces, posters like Easter eggs. Okay, so then he is saying for myself and you, I'm making me new. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. I'm making me new. I'm evolving myself. I'm upgrading myself. And then he is saying I'm so pretty sure you're making a new video for your song. നീ ഇപ്പോഴും എനിക്കറിയാം നീ നിന്റെ ഒരു സോങ്ങിന്റെ വീഡിയോന്റെ ബാക്കിൽ നടക്കുകയാണ്. You are same as soon as you drop, you let everybody know. Just like all the other artists, all the others out there, you're same. Don't think that you're unique. നീ ഇപ്പോഴും നിന്റെ പാട്ടിന്റെ മ്യൂസിക് വീഡിയോ പരിപാടികൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിലൂടെ എന്തൊക്കെ ഹൈപ്പ് കൊണ്ടുവരാൻ പറ്റുമോ, ടീസേഴ്സ്, പോസ്റ്റേഴ്സ് ലൈക്ക് ഈസ്റ്റർ എഗ്, അതിനെ എത്രത്തോളം ഹൈപ്പ് പ്രചരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം രീതിയിൽ നീ ഹൈപ്പ് കയറ്റിക്കൊണ്ട് നിന്റെ ആർട്ടിനെ നീ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹീ സെയിങ് ദാറ്റ് for myself and you, I'm making me new. ആ ഒരു വാക്ക് നമ്മൾ ഓർക്കണേ. And then the next ലൈനിൽ വരുമ്പോൾ It's been lost, you got more things to think about. Your peace has been lost, you got more things to think about. നിന്റെ സമാധാനം പോയിട്ടുണ്ട് and you got more things to think about. നിനക്ക് കുറേ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നീ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ടുണ്ട്. Your peace and your peace, നിന്റെ കഷ്ണം അതേപോലെ നിന്റെ സമാധാനം. നിന്റെ കഷ്ണം എന്ന് പറയുന്നത് യുവർ പീസ് ഹാസ് ബീൻ ലോസ്. നിന്റെ ബ്രദർഹുഡ്, നിന്റെ കൾച്ചർ, റപ്പിംഗ്, അതും നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്റെ ആർട്ട് എന്താണെന്ന് പോലും നിനക്കിപ്പോൾ വ്യക്തമായിട്ട് അറിയൂല. സോ ആൻഡ് ദെൻ നോവ കം കം ഹിയർ.
കൽബാണ് മലബാർ. അവിടെ ഇരിക്കേ. എസ്എൻ്റെ ലിറിക് ബ്രേക്ക് ഡൗൺ ഉണ്ടാണ്ടിരിക്കണേ. സിറ്റ്. നോ സിറ്റ്. മലബാർ. ഇരിക്കും മോനെ. മുത്തായിരിക്കേ. ഇരിക്കേ. സിറ്റ്. സിറ്റ്. ബേബി സിറ്റ്. മലബാർ. Okay. Sorry guys. So he's saying that your peace has been lost. നിന്റെ സമാധാനം നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. You got more things to think about. നിനക്ക് ചിന്തിക്കാൻ കുറേ കാര്യങ്ങൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ കൊണ്ട് നീ ഭയങ്കര ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ ഹി ഈസ് സെയിങ് യുവർ പീസ് ഹാസ് ബീൻ ലോസ്റ്റ്. നിന്റെ കഷ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ണം എന്ന് പറയുന്നത് നിന്റെ കൾച്ചർ റെപ്പിംഗ്, നിന്റെ ആർട്ട് എന്താണ് അത് നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് യുവർ ബ്രദർഹുഡ് നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ അത് അറിഞ്ഞിട്ട് പോലുമില്ല. യു ഗോട്ട് സോ മെനി അതർ തിങ്സ് ടു തിങ്ക് അബൌട്ട്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ലൈൻ ഈസ് കമ്മിങ് ലൈക്ക് You seek out, that's what you still do. used to seek out that what you still do. ഇത്രയൊക്കെ ആയിട്ടും നിന്നേലൊരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് കാണുന്നില്ല. നീ എങ്ങനെയാണോ പഴയ പോലെ അതുപോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും നിന്നെ കാണുന്നത്. സോ ഹീസ് ഫസ്റ്റത്തെ ലൈൻ നമ്മൾ ഓർക്കണം. ഫോർ മൈസെൽഫ് ആൻഡ് യു ഐ എം മേക്കിംഗ് മീ ന്യൂ. ഞാൻ ഇവോൾവ് ആവുന്നുണ്ട്, ബട്ട് ഐ എം സ്റ്റിൽ സീയിങ് യു ഇൻ ദാറ്റ് പൊസിഷൻ. നിന്നെ ഇപ്പോഴും ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാണ്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ലൈൻ ഇസ് മേക്കിംഗ് ഇറ്റ് മോർ ക്ലിയർ. Man, we'll talk about this. I was this once, I can be this once again. So he is making the same thing. അടിവരട്ട് I have upgraded, I have changed myself, I have evolved myself, but you are still the same. നിന്നെ ഞാൻ ഇപ്പോഴും കാണുമ്പോഴും നിന്നേൽ ഒരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് കാണുന്നില്ല. യു ആർ സ്റ്റിൽ ദ സെയിം. ആൻഡ് ഹി ഈസ് മേക്കിംഗ് ഇറ്റ് മോർ ക്ലിയർ. അതൊരു ഹംബിൾ ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഐ എം നോ മാൻ ടു ടോക്ക് അബൌട്ട് ദിസ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ അർഹനല്ല, കാരണം ഞാനും ഇതുപോലെ ആയിരുന്നു പണ്ട്. ഐ ക്യാൻ ബി ദിസ് വൺസ് അഗൈൻ. എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ ആവാം. എൻ്റെ സ്കിൽസ് ആണെങ്കിലും എൻ്റെ എല്ലാ രീതിയിലും എനിക്ക് നിന്നെ പോലെ അല്ലെങ്കിൽ നിന്നെക്കാളും പൊളിയായിട്ട് മുന്നിലോട്ട് പോകാനുള്ളതുണ്ട്. ബട്ട് ഐ എം ഫോക്കസിങ് ഓൺ മൈ ആർട്ട്, ഐ എം ഫോക്കസിങ് ഓൺ മൈ കൾച്ചർ, ഐ എം ഫോക്കസിങ് ഓൺ മൈ ബ്രദർഹുഡ്. ആ രീതിയിൽ അതിനെ ഒന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിക്കാം. യാ. സോ ദെൻ the next line is coming. About what the EP is about. Sounds like a diss I will be proud about. Like എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ EP ഇറങ്ങാനുള്ള കാരണം എന്താണ്, ഈ EPയുടെ ഉള്ളടക്കം എന്താണ്, ഈ EPയുടെ കോണ്ടന്റ് എന്താണ്. സൗണ്ട്സ് ലൈക്ക് എ ഡിസ് ദാറ്റ് ഐ വുഡ് ബി പ്രൗഡ് അബൌട്ട്. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഡിസ്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അതൊരു ഡിസ് ആയിട്ട് തോന്നാം. ദാറ്റ് ഐ വുഡ് ബി പ്രൗഡ് അബൌട്ട്. വൈ ഹി ഈസ് പ്രൗഡ് അബൌട്ട് ദോസ് തിങ്സ്? കാരണം ഞാൻ കുറച്ച് കട്ടിയുള്ള വാക്കുകൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡിസ്. നോട്ട് ഓൺലി ഐ എം ടാർഗറ്റിംഗ് സം ഇൻഡിവിജ്വൽസ്, I'm targeting many other things. കുറേ ഒരു മോബ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ ഞാൻ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ സൗണ്ട്സ് ലൈക്ക് എ ഡിസ് ദാറ്റ് ഐ വുഡ് ബി പ്രൗഡ് അബൌട്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ലിമിറ്റ് ഇല്ലാണ്ട് ഞാൻ പറയാൻ പോവുകയാണ്. സോ that's why I'm proud about this EP. And then I have an album coming, I cannot use the songs to take shots, I'd rather not. I have an album coming, I cannot use the songs to take shot, I'd rather not. ലൈക്ക് എനിക്കൊരു ആൽബം മൊത്തത്തിൽ വരാനുണ്ട്. എൻ്റെ സോങ്സ് എനിക്ക് ഒരാളെ, ഒരു ഇൻഡിവിജ്വലിനെ ടാർഗറ്റ് ചെയ്ത് ഡിസ് ചെയ്തിട്ട് ഇറക്കാനുള്ള താല്പര്യം എനിക്കില്ല. സോ ഈ സെയിങ് ദാറ്റ് ഐ എം ഫോക്കസിങ് ഓൺ ദ ബിഗർ പിക്ചർ. ഐ ഹാവ് മൈ ഗോൾസ്, ഐ ഹാവ് മൈ വിഷൻ ക്ലിയർ ഓൺ മീ. എനിക്ക് കൂടുതൽ ഒരാളെ ഡിസ് ചെയ്തിട്ട്, ഒരാളെ പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ട് അയാളെ തളർത്തിക്കാണ്ട് എൻ്റെ സമയം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. He's making it clear, and before he is making it clear, he's opened the gate, right? He's opened the gate, so he want to say something, oru message porthekku kodukkanam. He wants to make something clear, which is a warning to all the others out there, which is this one. Which is why I'm making a message, nobody's bigger. So which is why I'm making this message, nobody's bigger. ആരും വലിയവനാണ്, ആരും ചെറിയവനാണെന്നൊന്നും വിചാരിക്കണ്ട. എല്ലാവരും ഒരേപോലെയാണ്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഈ വലിയ ആള്, ഈ വലിയ സംഭവമാണ്. മറ്റേ ആ ചിന്തകളൊക്കെ നിന്റെ മൈൻഡിൽ നിന്ന് എടുത്ത് ഒഴിവാക്ക്. എവ്രിവൺ ഈസ് സേഫ്. ആൻഡ് ദെൻ he's going like, no smoke in this tension, I can see clear. My vision, എൻ്റെ ഗോൾസ് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ I'm not getting lost in this. ഈ ചെറിയ കാര്യങ്ങളിൽ ഞാൻ ലോസ്റ്റ് ആയി പോകുന്നില്ല. Only see you drop a single a year. I'm not even in the competition here. You are only dropping a single a year, so I'm not even in the competition here. Don't consider me as your competition. അതിൽ പോലും എനിക്ക് താല്പര്യമില്ല. നിന്റെ ഒരു കോമ്പറ്റീഷൻ ആയി കരുതാൻ പോലും എനിക്ക് താല്പര്യമില്ല. because you are only dropping a single a year. നീ ഒരു സിംഗിൾ മാത്രം ഒരു വർഷത്തിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നീ ഇവിടെ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. See it in a bigger picture, bro. Yeah. Please stop comparing me with those are here.
Please stop comparing me with those are here. So he's making it clear. ആ മേലെ പറഞ്ഞ കാര്യം ഒന്നുകൂടി അടിവരയിട്ട് ക്ലിയർ ആക്കുന്നുണ്ട്. Please stop comparing me with those are here. Yeah? When I'm main vocals, I see them as layers. When I am main vocals, I see them as layers. ഞാൻ മെയിൻ വോക്കൽസിൽ പാടുമ്പോൾ ബാക്കിയുള്ളതൊക്കെ എനിക്ക് വെറും ലേയേഴ്സ് പോലെയാണ് തോന്നുന്നത്. ബാക്കിയുള്ള ബേസ് ആണെങ്കിലും എന്ത് അതിനായിട്ട് എൻ്റെ മെയിൻ വോക്കൽസിനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ലേയേഴ്സ് മാത്രമായിട്ടാണ് എനിക്ക് അവരൊക്കെ കാണുന്നത്. Yeah? I can stand by my own, they kinda layers. I can stand by my own, they can't allayers. Like that layers and allayers, that's brilliant bro. ഞാനിതിങ്ങനെ കണ്ടപ്പോഴുണ്ടല്ലോ വേറെ ലെവൽ വേർഡ് പ്ലേ ആണ് അവിടെ വന്നത്. അതായത് when I am main vocals, I see them as layers and then I can stand by my own. എനിക്ക് എൻ്റെ വേറെ ആൾ സഹായം ഇല്ലാണ്ട് എനിക്ക് ഒറ്റക്ക് ഇവിടെ നിന്നിട്ട് പൊരുതാനും എല്ലാത്തിനും എന്നെ കൊണ്ട് പറ്റും. So I can stand by my own, they can't allayers. അവരെ കൊണ്ട് പറ്റില്ല, they can't allayers, and he is making it sure. Yes. And then Welcome to poetry that was unclear. Welcome to poetry that was unclear. For the MCs that took it to here. Before the MCs that took it till here. So he is respecting, he is like remembering the OGs who took it till here. ഈ ഹിപ്പോപ്പ് ഈ റാപ്പ് കൾച്ചറിനെ ഇതുവരെ എത്തിച്ച എല്ലാ ഹിപ്പോപ്പ് OGസിനെയും എല്ലാവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള വേഴ്സാണ് അത് വരുന്നത്. ലൈക്ക് വെൽക്കം ടു പോയട്രി ദാറ്റ് വാസ് അൺക്ലിയർ. Poetry which was unclear. That's he is mentioning rap, which is a poetry which was unclear. And then before the MCs they took it till here. അവരൊക്കെ കാരണമാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഹിപ്പോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. So before the MCs, you have to respect the OGs. We have to respect the people who started it. So he is giving that, remembering that tributal moments to the OGs out there. Bro, Shooting some people down, they can stay here. I'm shooting some people down. They can stay here. They can't എന്നല്ല പറയുന്നത്. They can stay here. I'm shooting some people down. ഇനി ഞാൻ കുറച്ച് ആളുകളെ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ആളുകളെ പോയിന്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവർ ഇറങ്ങിപ്പോണമെന്നോ ഈ ഹിപ്പോപ്പ് വിട്ട് ഇറങ്ങണമെന്നോ ഒന്നുമല്ല. They can stay here. Take every diss as a criticize. അതായത് ഡിസ്സിങ് എന്താണെന്ന് വിചാരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഡിസ് ക്യാൻ ഒരാളുടെ കരിയർ വരെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഡിസ് വലുതാവും, അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഹീ ഈസ് സേയിങ് ദാറ്റ് ഒരാളുടെ ആർട്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണോ എന്നുള്ളത് ഒരു ഡിസ് എന്ന് പറയുന്നത് നിന്റെ ആർട്ടിനെ വേറൊരാൾ ക്രിട്ടിസൈസ് ചെയ്യണം. ആ ഒരു രീതിയിൽ നീ എടുക്ക്. ലൈക്ക് ഡോണ്ട് തിങ്ക് ദാറ്റ് എൻ്റെ ഡിസ് കാരണം ഞാൻ പറഞ്ഞത് കാരണം നീ ഹിപ്പോപ്പ് വിട്ട് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഐ എം ഷൂട്ടിങ് സം പീപ്പിൾ ഡൗൺ. ഞാൻ കുറച്ച് ആളുകളെ പോയിന്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ബട്ട് ദേ ക്യാൻ സ്റ്റേ ഹിയർ. അവർക്ക് they can rap the hip hop, they can do what they want, they can continue what they are doing. Everyone have their own freedom. അവർക്കൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ബട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെ തീർക്കും. It's a small picture, the big one severe. It's a small picture, the big one severe. ഈ ഡിസ്സും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് ഈ ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു കൾച്ചർ. ഇറ്റ്സ് എ സ്മോൾ പിക്ചർ, the big one severe. ഹിപ്പ് ഹോപ്പ് കൾച്ചർ is big. ആൻഡ് ഇയർ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ ഡിസ്സും ഈ റാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫ്ലക്സിങ്ങും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് എ സ്മോൾ പിക്ചർ. ഇതൊരു ചെറിയ കാര്യമാണ്. വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദ ബിഗർ വൺസ്. വലിയ പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനുള്ള സമയമായിട്ടുണ്ട്. And then he is saying the best line in the song. Stop shooting kids and women, man, for real. That's freaking fact. അതായത് stop shooting kids and women, man, for real. Women and kids are dying out there. ബോംബ്സ്, വാറ്, യുദ്ധം, പീഡനം. 3 വയസ്സുള്ള കുട്ടീനൊക്കെ ഒരുത്തൻ പീഡിപ്പിച്ചു, അച്ഛൻ്റെ അനിയനോ. what the fuck bro. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കണില്ല. പക്ഷെ കുറേ കാര്യങ്ങൾ ഇവിടെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതിനെതിരെ സംസാരിക്കുക. അല്ലാണ്ട് നമ്മൾ ഈ ഫ്ലക്സിൻ്റെ പിന്നാലെ, അതുപോലെ തന്നെ ഫ്ലക്സ് ചെയ്യുന്നവനെ തോണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ അവിടെ അല്ല പോകേണ്ടത്. വി നീഡ് ടു ഫോക്കസ് ഓൺ ദ ബിഗർ പിക്ചർ. ആൻഡ് ദെൻ ഇതിനെ ഹിപ്പ് ഹോപ്പ് രീതിയിൽ നമുക്ക് വേറൊരു അർത്ഥം എന്ന് പറയുന്നത്, അതായത് ഇറ്റ്സ് എ സ്മോൾ പിക്ചർ, ദ ബിഗ് വൺ സെവിയർ. സോ ഹീ സെയിങ് ദാറ്റ് ഈ ഡിസ്സും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ സംഭവമാണ്. ഹിപ്പ് ഹോപ്പ് ഈസ് എ ബിഗർ പിക്ചർ. സോ ആ കൾച്ചർ ഈസ് എ ബിഗർ പിക്ചർ. അതിനെ ഫോക്കസ് ചെയ്യും. സ്റ്റോപ്പ് ഷൂട്ടിങ് കിഡ്സ് ആൻഡ് വുമൻ മാൻ ഫോർ റിയൽ. സ്റ്റോപ്പ് ഷൂട്ടിങ് കിഡ്സ് ആൻഡ് വുമൻ മാൻ ഫോർ റിയൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഈ ഷൂട്ടുണ്ട്. ഡോണ്ട് സെൽ യുവർ ഷിറ്റ് ആർട്ട് ടു വുമൻ ആൻഡ് കിഡ്സ്. ഐ എം സെയിങ് ദാറ്റ് പലരും ഹിപ്പ് ഹോപ്പ് എന്താണെന്ന് അറിയാണ്ട് അവരുടെ ഈ വരുന്ന തലമുറ, കിഡ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്, വരുന്ന തലമുറയാണ്. വുമൺ എന്ന് പറയുന്നത് ആ ഫ്യൂച്ചറിനെ എങ്ങനെ വാർത്തെടുക്കാൻ പറ്റുമോ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്. സോ അവർക്ക് നമ്മൾ എത്രത്തോളം ലൈഫ് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുന്നോ
ആ രീതിയിലാവും നമ്മുടെ ഫ്യൂച്ചർ മുന്നോട്ട് പോകുന്നത്. സോ സ്റ്റോപ്പ് ഷൂട്ടിങ് ദം വിത്ത് യുവർ ലൈഫ്, സ്റ്റോപ്പ് ഷൂട്ടിങ് വിത്ത് യുവർ നിന്റെ നുണകൾ കൊണ്ട്, നിന്റെ ഈ ഫേക്ക് ഷിറ്റ്സ് കൊണ്ട്, നിന്റെ ഫ്ലെക്സ് കൊണ്ട് നീ എന്തിനാണോ റപ്പ് ചെയ്യുന്നത് അതിനെ കൊണ്ട് നീ നിറക്കല്ലേ അവരുടെ മൈൻഡ്. ലൈക്ക് ദേ ആർ ദ ഫ്യൂച്ചർ. അവരാണ് ഫ്യൂച്ചറിനെ വാർത്തെടുക്കാനുള്ളത്, കിഡ്സ് ആൻഡ് വുമൻ. അവരെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നോ അതിനനുസരിച്ചാവും ഇനിയുള്ള തലമുറകൾ ഇതിനെ മുന്നോട്ട് കാണുന്നത്. ആ ഒരു സാധനം ഇതിലുണ്ട്. ആൻഡ് ദെൻ ഇറ്റ്സ് എൻഡിങ് വിത്ത് അതിൻ്റെ ഒരു ഔട്ട്രോ ലൈൻ ഉണ്ട്. Man, Allah gave me this power. I love everything I'm about. I've come with some flowers. I open the gate. I open the gate. I open the gate. I open the gate. Your fingers are supposed to pick up a flower, then why you pulling these triggers? Your fingers aren't supposed to pick up the flower, then why are you pulling these triggers? നിന്റെ കൈകൾ കൊണ്ട് ഒരു പൂ പറിക്കാൻ പോലും പറ്റൂല. Then why are you pulling these triggers? Then why are you picking up a gun? ഒരാളെ കൊല്ലാൻ നോക്കുന്നത് എന്തിനാണ്? ലൈക്ക് ഒരു പൂ പോലും പറിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. You are so weak bro, you are so weak. വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് റാപ്പിന്റെ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ സമാധാനത്തിന്റെ പകരം എന്തിനാണ് നിങ്ങളൊക്കെ ഈ തോക്കെടുത്തിട്ട് ആളുകളെ കൊല്ലാൻ വേണ്ടി നടക്കുന്നത്? ആ ഒരു രീതിയിലും ചിന്തിക്കാം. ഞാൻ കൊണ്ടുവന്ന ഫ്ലവർ ഉണ്ട്, മൈ ഗിഫ്റ്റ്, അത് നീ പിക്കപ്പ് ചെയ്യ്. ഞാൻ പറഞ്ഞത് എന്താന്ന് നീ മനസ്സിലാക്ക്. എന്നിട്ട് ത്രോ ദിസ് ഗൺ അവേ. ലെറ്റ്സ് മേക്ക് ദിസ് ഹിപ്പ് ഹോപ്പ് എ ബ്യൂട്ടിഫുൾ കൾച്ചർ ഹിയർ. And then Second you said you're not in the line, you're trying to sell it in here. the second you say you're not into lying, you're trying to sell it in here. Like കൾച്ചറിനെ വേറെ രീതിയിൽ റപ്പ് ചെയ്യുന്ന കുറേ ആളുകളെ പറ്റിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് അത് വരുന്നുണ്ട്. ആൻഡ് ദെൻ ഹീസ് ഫോക്കസിങ് ഓൺ ദി അതർ പീപ്പിൾ ഹൂ ഈസ് ലൈക്ക് പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാർ, അധികാരികൾ. നിങ്ങൾ കളവ് പറയൂല, അത് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് യു ആർ ട്രൈങ് ടു സെൽ ഇറ്റ് ഇൻ ഹിയർ. നിങ്ങൾ ഇവിടെ തന്നെ അത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് വിച്ച് ഐ ഹാവ് എവർ ഹേർഡ്. 2025 കേട്ടിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സോങ് ആണ് ഗേറ്റ് എന്നുള്ളത്. ഭയങ്കര ഡബിൾ മീനിങ്സിൽ ഒരേ സമയം നമുക്ക് ഹിപ്പ് ഹോപ്പ് റിലേറ്റഡ് ആയിട്ടും അതേസമയം ഈ ഇവിടെ ഭൂമിയിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾ റിലേറ്റഡ് ആയിട്ടും നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ട്രൂ വർക്ക് ഓഫ് എൻ ആർട്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ റിയാക്ഷൻ ആൻഡ് ബ്രേക്ക് ഡൗൺ ടു ഗേറ്റ്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം. നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കാം. ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. നമ്മൾ 5Kയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ തുടങ്ങിയത് എപ്പോഴാണെന്നുള്ളത് നമ്മളെ കൂടെ ഉള്ളവർക്കറിയാം. ലൈക്ക് എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ, ഐ തിങ്ക് എൻ്റെ സെക്കൻഡ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എസ്സയുടെ ഒരു സോങ്, നമുക്ക് എസ്സയുടെ ഒരു റീല്, ഐ മീൻ ഷോർട്സ് 1K കടന്നു എന്ന് പറഞ്ഞിട്ട് വി വർ ലൈക്ക് എൻജോയിങ്. ആൻഡ് ആ 1K ഇപ്പോൾ പല നമ്മുടെ നോർമൽ വീഡിയോസിലും കയറുമ്പോൾ ഐ എം ഹാപ്പി ഫോർ ഇറ്റ്. സോ ദിസ് ഈസ് മൈ ബ്രേക്ക് ഡൗൺ ടു ഗേറ്റ് ബൈ എസ്സെ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഹിപ്പ് ഹോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഇനിയും കൂടുതൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ ഫോർ ദ കൾച്ചർ. Peace. I'm here with changes every day. I work on more than 7 days and wait to do the same. And still my head I'm open every day. Let's get the look on. Let's walk out, see some people. That's all there.